CPI അനുകൂല സംഘടന ജോയിന്റ് കൌൺസിലിന്റെയും കോൺഗ്രസ് അനുകൂല സംഘടനയിലെ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പണിമുടക്ക് ഭാഗികം. സർക്കാർ ഓഫീസുകളിൽ പകുതിയിൽ താഴെ ജീവനക്കാർ മാത്രമാണ് ഹാജരായത്. സെക്രട്ടേറിയറ്റിൽ 70% ജീവനക്കാരെത്തി. കൊല്ലത്ത് ജോയിന്റ് കൌൺസിലിന്റെ സമരപന്തൽ പോലീസ് പൊളിച്ചത് പ്രതിഷേധത്തിനിടയാക്കി. ആലപ്പുഴയിലും കോട്ടയത്തും സമരക്കാരും പോലീസും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് പഴയ സ്കീം നടപ്പിലാക്കുക, ശമ്പള പരിഷ്കരണം കാലതാമസമില്ലാതെ നടപ്പിലാക്കുക, DA കുടിശ്ശിക നൽകുക, ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക, മെഡിസബ് സർക്കാർ ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പണിമുടക്ക്. സെക്രട്ടേറിയറ്റിന്റെ ഗേറ്റിന് മുമ്പിൽ ജോയിന്റ് കൌൺസിൽ പ്രവർത്തകർ പ്രതിഷേധിച്ചു. ഇടതുപക്ഷ സർക്കാർ ജനാധിപത്യ മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നുവെന്ന് ജോയിന്റ് കൌൺസിൽ കുറ്റപ്പെടുത്തി. ഈ സമരം വൻ വിജയമാണ്. സർക്കാർ ഈ പണിമുടക്കത്തിന്റെ വിജയം കണ്ട് നമ്മൾ ഉന്നയിച്ച ആവശ്യങ്ങൾ നടപടിയെടുക്കാൻ വേണ്ടി തീരുമാനമെടുക്കണം. കോൺഗ്രസ് അനുകൂല സർക്കാർ ജീവനക്കാരുടെ സംഘടനയായ സെറ്റോയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ട്രഷറിക്ക് മുമ്പിൽ പ്രതിഷേധിച്ച പ്രവർത്തകർ ജോലിക്കെത്തിയ ജീവനക്കാരെ തടഞ്ഞില്ല. പണിമുടക്കിന്റെ ഭാഗമായി ജോയിന്റ് കൌൺസിൽ കെട്ടിയ പന്തൽ കൊല്ലത്ത് പോലീസ് പൊളിച്ചു നീക്കി. സമരം പൊളിക്കാനുള്ള ഭാഗമാണ് പോലീസ് നടപടിയെന്ന് ജോയിന്റ് കൌൺസിൽ കുറ്റപ്പെടുത്തി. പണിമുടക്കിനെ പൊളിക്കാനുള്ള കരിങ്കാലിപ്പണി ചെയ്യാനുള്ള കുറച്ച് ആളുകൾ ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി നടക്കുന്നുണ്ട്. അതിനെയെല്ലാം ജീവനക്കാർ തള്ളിക്കളയും. ആലപ്പുഴയിലും കോട്ടയത്തും സമരക്കാരും പോലീസും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. കോട്ടയത്ത് NGO അസോസിയേഷൻ പ്രകടനത്തിനിടെ CPM അനുകൂല സംഘടനയായ NGO യൂണിയൻ പ്രവർത്തകർ പ്രകടനത്തിലേക്ക് ഇരച്ചുകയറി. CPM അനുകൂല സർവീസ് സംഘടനയിലെ ജീവനക്കാരും BJP അനുകൂല സംഘടനയിലെ ജീവനക്കാരും പണിമുടക്കിന്റെ ഭാഗമായില്ല. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 തിരുവനന്തപുരം.